അപ്പോൾ വീടുകളൊക്കെ പോയി, എൻ്റെ വീടൊക്കെ പോയി. പിന്നെ എനിക്ക് കുടുംബങ്ങളുള്ളതൊക്കെ മുണ്ടക്കൈയാണ്. അവർ എല്ലാവരും പോയി. അവർ ഇതിൽ 2 ആളെ കിട്ടിയപ്പോൾ, ബാക്കിയുള്ളവരെയൊന്നും കിട്ടിയിട്ടില്ല. 6-7 പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീടുമില്ല, സ്ഥലവുമില്ല, ജോലിക്കൊന്നും പോയിട്ടും ജീവിക്കാനുള്ള കഴിവുമില്ല, ഒരു വീട് വെക്കാനുള്ളേ. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സമാധാനം ഇല്ലാണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. നമുക്ക് ഇനി അടുത്തൊരു ഫോട്ടോ എന്തെങ്കിലും വരുമ്പോഴത്തെ നമ്മളെ ജീവൻ രക്ഷിക്കാറുണ്ട്. അവർ പോയതാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം 2ാമത്തെ പൂട്ടിന് വീടും ഞാനൊക്കെ അടക്കം ഒന്നിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവർ വാതിൽ പൊളിച്ചിട്ടാണെങ്കിലും എൻ്റെ ജീവൻ അവർ രക്ഷിച്ചു. 2ാമത്തെ വീട്ടിന് വീടും പോയി, അവിടെ പരിസരങ്ങൾ ഒരുപാട് പോയി. മുണ്ടക്കൈയുള്ള കുടുംബങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ. ഇവിടെ ഇപ്പം ഇന്നലെ വൈകുന്നേരം ഹൈസ്കൂള് ടോട്ടലായിട്ടുണ്ട്. 3 എല്ലാ നിലയും ഫുള്ളാണ്. പിന്നെ സ്കൂളിലേക്ക് മാറ്റി, ഇന്നലെ 5 മണിക്ക് ശേഷം സ്കൂളിലേക്ക് മാറ്റി. ഞാൻ ആദ്യം അവിടെ ആയിരുന്നു, നമ്മുടെ ഹൈസ്കൂളില്ലേ അവിടെ ആയിരുന്നു. അവിടുന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു. ഒരു 4 മണി ആയതോടുകൂടി മെഡിക്കൽ ടീംസ് എല്ലാം എത്തി. പിന്നെ മെഡിസിൻസ് ഷോർട്ട് ഉണ്ടായിരുന്നു, അതെല്ലാം എത്തി. പിന്നെ രാവിലെ ആയപ്പം നമ്മളിവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ രാവിലെ ആയപ്പോൾ കുറച്ച് പേഷ്യൻസിന് BP ലോ അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ട് നമ്മളൊന്ന് വന്ന് എല്ലാ റൂംസും ഒന്ന് റൗണ്ട്സ് ചെയ്യണം. അപ്പം മിക്ക പേഷ്യൻസിനും ഹെഡ് ഏക്ക്, BP ഹൈ. പിന്നെ സൗണ്ട് കേട്ടപ്പോൾ വിളിച്ചതാണ്. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. കൂടുതൽ സൗണ്ട് ആയപ്പോൾ നെറ്റ് വന്ന് ഇതായതോ, അങ്ങനെ വാല് തുറന്നു. പിന്നെ കുട്ടികളാരും ചെറിയ കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് പറയില്ല. അവരെ ഭാര്യയും കൂട്ടിയാണ്ട് നേരെ മേലോട്ട് കയറി. കുടുംബക്കാർ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒന്നായിട്ട് പോയിട്ടുണ്ട്. ഭാര്യന്റെ വീട് ഫുള്ളായിട്ട് പോയി, ആ കുടുംബത്തെ കിട്ടിയിട്ടില്ല. എൻ്റെ മോനും എൻ്റെ പേരക്കുട്ടികളും ഒക്കെ പോയി, വെള്ളത്തിൽ പോയി. ഞങ്ങൾക്ക് ജീവിക്കാനില്ല, ജീവിതവും ഇല്ല, എല്ലാവരും പോയി. മോനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്, ബോഡി കാണാൻ പോവുക. ശബ്ദം കേട്ടിട്ട് ഞങ്ങളൊക്കെ ഓടി എണീച്ചിട്ട് ഞങ്ങളൊക്കെ പുറത്തേക്ക് ഓടി. ഇത് അപ്പഴത്തിനും പൊട്ടിയിട്ട് താഴെ പാടിയിലായിരുന്നു മോൻ്റെ അവിടെ പോയി. ഒക്കെ പാടിയൊക്കെ തമർത്തി താഴെ പോയിക്കിന്, അതിൻ്റെ താഴെ പോയി. 2 കുട്ടികളും ഭാര്യയും മോനുമാണ് താമസം ഉണ്ടായിരുന്നത്. അപ്പം മോളെ കുടുംബക്കാരില്ലേ, മരുവോളെ കുടുംബക്കാര്, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 5-6 ആളുണ്ട്, ഒക്കെ പോയി. ഇപ്പൊ ഞങ്ങള് മാത്രം അനാദിയായിട്ട് നിൽക്കുകയാണ്. എന്റെ കുടുംബം മോനെ കൊടുത്തിട്ട് നിൽക്കുക. വീട് മൊത്തം പോയി, വീട് മൊത്തം പോയി. വീട്ടിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്.